ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ 4 വിക്കറ്റിന്റെ കിടിലൻ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. നാഗ്പൂരിൽ നടന്ന കളിയിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച കളി കെട്ടഴിച്ചാണ് ഇന്ത്യയുടെ വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 47.4 ഓവറുകളിൽ 248 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യ വെറും 38.4 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു. ഈ ജയം 3 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്താനും ടീം ഇന്ത്യയെ സഹായിച്ചു. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപുള്ള പരമ്പരയിൽ ജയത്തോടെ തുടങ്ങാനായത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. അതേസമയം കിടിലൻ ജയം നേടാനായെങ്കിലും നാഗ്പൂർ ഏകദിനം കഴിയുമ്പോൾ ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ നിരാശയുണ്ട്. സീനിയർ താരം രോഹിത് ശർമ്മയുടെ ഫോം ഔട്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ദയനീയ ഫോമിലുള്ള രോഹിത് നാഗ്പൂരിലും ഫ്ലോപ്പ് ആകുന്നതാണ് കണ്ടത്. താരത്തിന്റെ പ്രകടനത്തിൽ ആരാധകർ ഒട്ടും ഹാപ്പിയല്ല. 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കളിയിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത രോഹിത് 7 പന്തിൽ നിന്ന് 2 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു. വലംകൈയ്യൻ പേസർ സാക്വിബ് മുഹമ്മദിന്റെ പന്തിൽ ലിയാം ലിവിങ്സ്റ്റൺ ക്യാച്ച് സമ്മാനിച്ചായിരുന്നു രോഹിത് പുറത്തായത്. ഒട്ടും ഫോമിലല്ലെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഈ കളിയിൽ രോഹിത് ശർമ്മയുടെ ശരീരഭാഷ. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഫോം വീണ്ടെടുക്കാൻ ഇറങ്ങിയ രോഹിത് ഫ്ലോപ്പ് ഷോ തുടരുന്നത് ഇന്ത്യൻ ടീമിന് നൽകുന്ന തിരിച്ചടി ചെറുതൊന്നുമല്ല. ഇന്ത്യൻ നായകന്റെ ഫോം ഔട്ട് ജയത്തിനിടെയും ടീമിന് തലവേദന സമ്മാനിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന കളികളിൽ അദ്ദേഹം ഫോം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വിരാട് കോഹ്ലിയുടെ പരിക്കാണ് നാഗ്പൂർ ഏകദിനം കഴിയുമ്പോൾ ഇന്ത്യക്ക് നിരാശ സമ്മാനിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. രോഹിത്തിനെ പോലെ മോശം ഫോമിലുള്ള കോഹ്ലിക്കും ഫോം വീണ്ടെടുക്കാനുള്ള സുവർണ അവസരമാണ് ഇംഗ്ലണ്ട് പരമ്പര. എന്നാൽ കാൽമുട്ടിലെ പരിക്കിനെ തുടർന്ന് ആദ്യ കളിയിൽ പുറത്തിരിക്കാൻ താരം നിർബന്ധിതനായി. ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമാണ് ഇതോടെ കോഹ്ലിക്ക് നഷ്ടമായത്. കോഹ്ലിയേക്കാൾ ഉപരി ഇന്ത്യൻ ടീമിനാണ് അത് തിരിച്ചടിയാകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് കോഹ്ലി ഫോമിൽ എത്തേണ്ടത് ഇന്ത്യൻ ടീമിന്റെ ആവശ്യമാണ്. പരിക്ക് മാറിയ താരം അടുത്ത കളിയിൽ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നും ഫോം വീണ്ടെടുക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. അതേസമയം നാഗ്പൂരിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പണർമാരായ ഫിൽ സാൾട്ടും ബെൻ ഡെക്കറ്റും ചേർന്ന് വെടിക്കെട്ട് തുടക്കമാണ് ഇംഗ്ലണ്ടിന് നൽകിയത്. 26 പന്തിൽ 43 റൺസ് എടുത്ത സാൾട്ട് പുറത്താകുമ്പോൾ ഇംഗ്ലണ്ട് 8.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് നേട്ടമായിരുന്നു. ഡെക്കറ്റും ഹാരി ബ്രൂക്കും പിന്നാലെ വീണതോടെ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 എന്ന നിലയിലായി. 52 റൺസ് നേടിയ ജോസ് ബട്ട്ലറും 51 റൺസ് എടുത്ത ജേക്കബ് ബെലതും മധ്യനിരയിൽ തിളങ്ങി. എന്നാൽ അവസാനം ആഞ്ഞടിച്ച ഇന്ത്യൻ ബൗളർമാർ ഇംഗ്ലണ്ടിനെ 248 റൺസിൽ പുറത്താക്കി. ഇന്ത്യക്ക് വേണ്ടി ഹർഷിത് റാണ, രവീന്ദ്ര ജഡേജ എന്നിവർ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളിന്റെയും രോഹിത് ശർമ്മയുടെയും വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ നഷ്ടമായി. എന്നാൽ 3-ാം നമ്പറിൽ ഇറങ്ങിയ ശുഭ്മാൻ ഗില്ലും 4-മനായി കളിച്ച ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചു. മികച്ച ഫോമിലായിരുന്ന ശ്രേയസ് 36 പന്തിൽ 59 റൺസ് നേടി. 9 ഫോറുകളും 2 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. 5-ാം നമ്പറിലേക്ക് പ്രമോഷൻ ലഭിച്ച അക്സർ പട്ടേലും അർദ്ധ സെഞ്ചുറി നേടി. മിന്നും ഫോമിലായിരുന്ന ശുഭ്മാൻ ഗിൽ 96 പന്തിൽ 87 റൺസ് നേടി. 14 ഫോറുകൾ അടക്കമായിരുന്നു ഇത്. 39ാമത് ഓവറിലെ 4-ാം പന്തിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. 9 റൺസോടെ ഹർദിക് പാണ്ഡ്യയും 12 റൺസുമായി രവീന്ദ്ര ജഡേജയുമായിരുന്നു ഇന്ത്യ വിജയം നേടുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത്.